കോട്ടയ്ക്കയം ഓണമഹോത്സവത്തിൻ്റെ ചരിത്രം തേടിയുള്ള എൻ്റെ യാത്ര തുടരുകയാണ്. പക്ഷേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതെ, എനിക്ക് മുന്നേ നടന്നൊരാൾ, അതായത് കോട്ടയ്ക്കയം ഓണമഹോത്സവത്തിൻ്റെ ചരിത്രം എനിക്ക് മുന്നേ രേഖകളാക്കാൻ ശ്രമിച്ച, ചരിത്രത്തിൻ്റെ പിന്നാലെ പോയ ഒരു വ്യക്തി. 2010 സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലാതിരുന്നൊരു കാലത്ത് പുസ്തകത്താളിൽ അല്ലെങ്കിൽ അക്ഷരരൂപേണ ഈ ചരിത്രം കുറിച്ച വ്യക്തി ഇന്ന് സോഷ്യൽ മീഡിയ ഏറെ ആക്റ്റീവായി അവരുടെ മുഖവും ശബ്ദവും നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനു മുൻപേ നമുക്ക് വേണ്ടി ഈ ചരിത്രത്തിൻ്റെ പിന്നാലെ പോയ അഡ്വക്കേറ്റ് ഷിബുവിലേക്ക് ഞങ്ങളും എത്തുകയാണ്. അദ്ദേഹത്തിന് പറയാനും ഒരുപാട് ഓർമ്മകളുണ്ട്. 66ാമത് കോട്ടയ്ക്കയം ഓണാഘോഷത്തിൻ്റെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് അഡ്വക്കേറ്റ് ഷിബു തങ്കപ്പനാണ്. അപ്പം നമുക്ക് എന്താണ് ഓണാഘോഷത്തിനെ കുറിച്ച് പറയാനുള്ളതെന്നാണ് വിശദമായിട്ട് അറിയേണ്ടത്. നമസ്കാരം. 50ാമത് ഓണാഘോഷം, ആ ഓണാഘോഷ കമ്മിറ്റിയുടെ ട്രഷറായിരുന്നു ഞാൻ. 50ാമത് ഓണാഘോഷ കമ്മിറ്റി എടുക്കുന്നതിന് ഒരു 6 മാസം മുമ്പ് നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ ചരിത്രം അന്വേഷിച്ചു പോയ ആൾക്കാരുടെ കൂട്ടത്തിലൊരാളാണ് ഞാൻ. അന്ന് ഞങ്ങൾ ഈ ചരിത്രം എഴുതി തയ്യാറാക്കി. ഇത് എവിടെ തുടങ്ങി, ആരൊക്കെ ചേർന്ന് തുടങ്ങി, ആരൊക്കെ പിന്നീട് ഇത് തുടർന്നുകൊണ്ട് പോയി, ആ 50 വർഷത്തിന് തൊട്ടു മുമ്പ് 49 വർഷം വരെ എങ്ങനെയാണ് ഇത് കടന്നുപോയെന്നെല്ലാം വിശദമായി ചരിത്രം പരിശോധിച്ച് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന മരണപ്പെട്ടവരൊഴിച്ച് ബാക്കി മുഴുവൻ പേരെയും നമ്മൾ നേരിൽ പോയി കണ്ടു. ആ ചരിത്രം എഴുതി തയ്യാറാക്കിയ ചരിത്രം സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള നിയോഗം എനിക്ക് കിട്ടിയ ഒരാളാണ് ഞാൻ. അന്ന് വായിക്കുകയും ആ ചരിത്രമെല്ലാം തൊട്ടടുത്ത് വരുന്ന കമ്മിറ്റിയുടെ സുവനീറിൽ അച്ചടിച്ച് വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് തൊട്ടടുത്ത കമ്മിറ്റിയിലേക്ക് അത് കൈമാറുകയും ചെയ്തു. പക്ഷെ അത് നടന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, അത് കൈമോശം വന്നു പോയി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 16 വർഷമാണ്. അതിൽ നിന്ന് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയാം. അതിൽ ഒരു ഏകത എന്ന് പറയുന്നത് അത് തുടങ്ങിയത് തോപ്പിൽ അയ്യത്ത് തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് 28ാം ഓണത്തിനാണ്, 1960-ലാണ്. ഇതിൽ നിന്ന് പിന്നീട് വ്യത്യസ്തമായ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 1959 ഒക്ടോബർ 1-നാണ് നമ്മുടെ അവിടുത്തെ വായനശാല പ്രവർത്തനം തുടങ്ങി. ആദ്യമായിട്ട് വായനശാല പ്രവർത്തനം തുടങ്ങുന്ന നടേശണ്ണൻ്റെ ചായക്കടയോട് ചേർന്ന് അതിൻ്റെ തൊട്ടടുത്ത വാർഷികം നിങ്ങൾ പരിശോധിച്ചാൽ, ഞങ്ങളിത് കുറേ പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റിയത് തൊട്ടടുത്ത വാർഷികം ഒക്ടോബറിൽ 1-ന് വായനശാലയുടെ പ്രവർത്തനം നടത്താൻ അവരാലോചിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ആ ഗ്രൂപ്പിൽപ്പെട്ടവരുടെ കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ഒരു 10, 16, 20 പേർ. അതിൽ നമ്മുടെ ഭീമണ്ണനുണ്ട്, കായൽവാരം പൊടിയണ്ണനുണ്ട്, രാജേന്ദ്രണ്ണൻ, വായനശാലയുടെ തന്നെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന രാജേന്ദ്രണ്ണൻ, പിന്നെ ഇവരെ ഗൈഡിയൻ പിരിക്കുട്ടൻ എന്നറിയപ്പെടുന്ന കുട്ടയണ്ണൻ, പിന്നെ നമ്മുടെ എൻ്റെ കൂട്ടുകാരനായിരുന്ന മരിച്ചുപോയ സാളപ്പൻ്റെ അച്ഛൻ വാസുവണ്ണൻ, അദ്ദേഹത്തിന് മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. 2 പ്രായത്തിലുള്ള ഒരു 2 ഗ്യാങ് കൂടി ചേർന്നിട്ടാണ് ആദ്യമായിട്ട്, അതായത് ഒരു 15, 16, 18 വയസ്സിനകത്തുള്ള ഒരു വിഭാഗം ഓണാഘോഷം അല്ലെങ്കിൽ 28ാമത് ഓണത്തിനന്ന് ഓണാഘോഷ കളികൾ. തോപ്പിലയ്യത്ത് അന്നൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ പരിസരത്ത് എവിടെയോ ഒരു മാവ് നിന്നിരുന്നു എന്നാണ് പറയുന്നത്. മാവാണോ ആലാണോ എന്ന് ഇപ്പോഴും കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടിയിട്ടില്ല. മാവാണെന്ന് തന്നെയാണ് പലരും പറഞ്ഞത്. ആ മാവിൻ്റെ ചുവട്ടിൽ കളികൾ സംഘടിപ്പിച്ചു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓണത്തിന് അന്ന് കുട്ടികൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന കളികളൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നൊരു സ്റ്റേജ് കെട്ടി പരിപാടി ഉള്ളതായിട്ട് ഒരാളൊഴിച്ച് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞത് അന്ന് കുട്ടികളുടെ കളികൾ മാത്രമായിരുന്നു. അതിനെ സഹായിച്ചത് അന്ന് മാക്രിവോണൻ്റെ അമ്മ, പിന്നെ ജാനമ്മ അമ്മ, ഈശ്വരി അമ്മ, അങ്ങനെ കുറേ അമ്മമാരായിരുന്നു കുട്ടികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ മുതിർന്നവരായിട്ടുള്ളത് ഈ പറയുന്ന കുട്ടേണ്ണനും അവരുടെ ഗ്യാങ്ങിൽപ്പെട്ടവരും, പിന്നെ ഈ കണ്ടത്തിൽ ഡേവിസ് എന്ന് പറയുന്ന അദ്ദേഹം, അവരൊക്കെ വായനശാല പ്രവർത്തനത്തിലുണ്ടായിരുന്നു. രാജേന്ദ്രനൊക്കെ അവർ കൂടി ഇവരോടൊപ്പം സഹായിക്കാനേ നിന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ഓണാഘോഷം 1960 പിന്നെ ഓണാഘോഷം എന്ന് പറയുന്നത് വായനശാലയുടെ 1ാമത് വാർഷികം ഏതാണ്ട് തൊട്ടടുത്തടുത്ത ദിവസങ്ങളിലാണ്. അത് രണ്ടും കൂടെ ചേർന്നിട്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങളന്ന് കണ്ടെത്തുകയും ആ രീതിയിലായിരിക്കാം എന്ന് ചരിത്രം എഴുതി തയ്യാറാക്കി ഞങ്ങൾ വായിക്കുകയും ചെയ്തത്. ഒരു 6-7 കൊല്ലത്തോളം ഈ പറയപ്പെടുന്ന ഭീമണ്ണൻ അടക്കമുള്ളവരുടെ ആ പ്രായത്തിലുള്ളവരത് നടത്തിക്കൊണ്ടുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പപ്പു മുതലാളി അടക്കമുള്ള കുറച്ചുകൂടി മുതിർന്ന പ്രായത്തിലുള്ള ആൾക്കാർ ഇത് ഏറ്റെടുത്തു. കാരണം വലിയ രീതിയിൽ പിരിവ് വേണ്ടി വന്നു, പരിപാടികൾ ഗംഭീരമായി നടത്തേണ്ടി വന്നു, പിന്നെ മത്സരങ്ങൾ കൂടുതൽ നടത്തേണ്ടി വന്നപ്പോൾ കുറച്ചുകൂടി പ്രായമുള്ളവരും സംഘടനാ ശേഷിയുള്ളവരും അതുപോലെ തന്നെ ആൾക്കാരുമായി സമൂഹത്തിൽ ഒരുപാട് ആഴത്തിൽ ബന്ധമുള്ളവരും ഇത് ഏറ്റെടുത്തു.
50ാമത് വർഷം ഗംഭീരമായി നടത്തണം എന്നുള്ളത് ആലോചിക്കാൻ ഞങ്ങളൊരു 47ാമത് വർഷമായപ്പോൾ തന്നെ ഒരു ഉപദേശക സമിതി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ കമ്മിറ്റിയിൽ 47ാമത് കോട്ടയ്ക്ക് ഓണാഘോഷ കമ്മിറ്റിയിൽ ഒരു ഉപദേശക സമിതി, ഇതിന് സ്ഥിരമായിട്ടൊരു ഉപദേശക സമിതി ഉണ്ടാവണം എന്നൊരു തീരുമാനം എടുക്കുക. അതിന്റെ ബൈലായൊക്കെ ഞങ്ങൾ എഴുതി തയ്യാറാക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് പിന്നീട് നടന്നില്ല. പിന്നീട് 3 കൊല്ലം കഴിഞ്ഞു. 50ാമത്തെ വർഷം എത്തിയപ്പോഴും അങ്ങനെ ഒരു സ്ഥിരം സമിതി അന്നും ഉണ്ടായില്ല, ഇപ്പോഴും ഉണ്ടായില്ല, ഇനി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോഴും. ഇപ്പം നമ്മളിങ്ങനെ നിങ്ങൾ തന്നെ നോക്കൂ, 50ാമത്തെ വർഷം ഈ ചരിത്രം എഴുതി തയ്യാറാക്കിയ, പക്ഷെ നമ്മുടെ എന്തില്ല, അത് സൂക്ഷിച്ചു വെക്കുകയോ അല്ലെങ്കിൽ അത് സ്ഥിരം നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് കൈമാറി കൊടുത്ത് അത് ഒരു രേഖയായി സൂക്ഷിക്കാനോ പറ്റില്ല. പല പഴയ സുവനീറുകളൊന്നും പരിശോധിക്കാൻ പോലും ഇല്ല. യഥാർത്ഥത്തിൽ 50ാമത് വർഷത്തിൽ നമ്മുടെ ഈ ഓണാഘോഷ കമ്മിറ്റി രജിസ്ട്രേഷൻ പോലും 18 വർഷത്തോളം മുടങ്ങിക്കിടന്നത് 50ാമത് വർഷമാണ്. അത് അത്രയും 18 വർഷത്തെ കമ്മിറ്റി ഞങ്ങൾ എഴുതി തയ്യാറാക്കി, വരവുല കണക്കുകൾ എഴുതി തയ്യാറാക്കി. എന്നിട്ട് പോയി രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് 50ാമത് ഓണാഘോഷത്തിന് സർക്കാരിൻ്റെ ഗ്രാൻറ്റിന് അപേക്ഷിച്ചത്. പക്ഷെ ആ വർഷം നമുക്ക് ഗ്രാൻഡ് കിട്ടിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു. അപ്പോൾ നോക്കിയാൽ 50ാമത് വർഷം 10 ദിവസത്തെ പരിപാടി അത്തത്തിൻ്റെ അന്ന് തുടങ്ങി. 5 മേഖലകളായി നമ്മൾ കോട്ടയ്ക്കാമ്പാട്ടിനെ തിരിച്ചു വന്നു. അന്ന് 5 ഭാഗങ്ങളായി, വയലിങ്കര, മാമൂട്, പടിഞ്ഞാറേമുക്ക്, മെയിൻ സ്റ്റേജ് നമ്മുടെ ഇവിടെ, വായനശാല, അങ്ങനെ 5 അടുത്തായിട്ടായിരുന്നു പരിപാടികൾ നടത്തിയിരുന്നത്. 10 ദിവസവും പരിപാടി നടത്തി. അന്യം നിന്ന് പോയ ഏകാംഗ നാടക മത്സരം കൊണ്ടുവന്നത് വീണ്ടും 50ാമത് വർഷത്തിലാണ്. നിന്നുപോയ വടംവലി മത്സരം കുറച്ചുകൂടി ഗംഭീര മത്സരമായി. 50ാമത് വർഷം പ്രൊഫഷണൽ ആയിട്ടുള്ള വടംവലി ടീമുകളെ കൊണ്ടുവന്ന ഒരു വർഷമായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടുന്ന 50ാമത് വർഷത്തെ ഓണാഘോഷത്തിന് മാരത്താൻ മത്സരത്തിന് നമ്മൾ 1 ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം നൽകി. ചരിത്രത്തിൽ ആദ്യം 1 ലക്ഷം രൂപ സമ്മാന തുക മാരത്താൻ കൊടുക്കുന്ന ഒരു മാരത്താൻ കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടില്ല, കേരളത്തിലും ഒരു ഓണാഘോഷ പരിപാടിക്കും കൊടുത്തിട്ടില്ല. അല്ലാതെ മാരത്താനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ 1 ലക്ഷം രൂപ ഒന്നാം സമ്മാനം മാരത്താൻ സംഘടിപ്പിച്ചു കൊടുത്തു. രണ്ടാം സമ്മാനം 50,000 രൂപയ്ക്ക് തത്തുല്യമായ മോട്ടോർ സൈക്കിള്, ചുങ്കത്ത് പ്രിൻസുകാർ സംഭാവന ചെയ്ത മോട്ടോർ സൈക്കിള് 1 ലക്ഷം രൂപ നമുക്ക് സംഭാവന ചെയ്ത് ജയഗണന്റെ കെയർ ഓഫിൽ AVT കമ്പനിയാണ് 1 ലക്ഷം രൂപ സ്പോൺസർ ചെയ്തത്. മൂന്നാം സമ്മാനം 25,000 രൂപ. പിന്നെ ഫിനിഷ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും 5,000 രൂപ വീതം വെച്ചിട്ട് നമ്മളന്ന് ഗംഭീരമായിട്ടാണ് ആ മാരത്താൻ റേസ് നമ്മളന്ന് നടത്തിയത്. നമുക്ക് ആ ഓണാഘോഷ പരിപാടിയിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു. ഒന്ന്, അതിനു മുമ്പ് വരെ ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് കവറിലിട്ട് ക്യാഷ് അവാർഡ് കൊടുക്കും. 50ാമത് വർഷം നമ്മൾ കമ്മിറ്റി കൂടി തീരുമാനിച്ച് ഇതിനെന്തായാലും ഒരു മാറ്റം വരണം. ആ മാറ്റം നമ്മൾ അന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ വൗച്ചറാണ് ആ കവറിലിട്ട് കൊടുത്തത്. സമ്മാനദാനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അനൗൺസ് ചെയ്തു, കവറിൽ വൗച്ചറാണുള്ളത്, നിങ്ങൾ ആ വൗച്ചറിൽ ഒപ്പിട്ട് ഇപ്പോൾ തന്നെ ഈ പരിപാടി പൊതുസമ്മേളനം കഴിയുന്ന ഉടനെ തന്നെ വൗച്ചറിൽ ഒപ്പിട്ട് തിരികെ ഏൽപ്പിക്കുമ്പോൾ ആ ക്യാഷ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവര് കിട്ടിയതിനും രേഖയായി, അവർക്ക് കൊടുത്തതിന് നമുക്കും രേഖയായി. 4-5 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് തന്നെ ആ വർഷം നമുക്ക് കൊടുക്കാൻ കഴിയും. സമ്മാനത്തുക ഏറ്റവും കൂടുതൽ ഉയർത്തിയത് 50ാം വർഷത്തിൽ. 50ാം വർഷം രസകരമാണ്. അന്ന് 50ാം വർഷം നമ്മൾ കമ്മിറ്റി ഏറ്റെടുക്കുമ്പോൾ 6 ട്രോഫി മാത്രമാണ് ഉണ്ടായത്. 50ാമത്തെ വർഷം 6 എന്നുള്ളത് 48 ട്രോഫിയിലേക്ക് നമ്മൾ മാറി. വർഷങ്ങൾക്ക് മുമ്പ് ഏകാംഗാട മത്സരം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 5ന്റെ അന്ന് വായനശാല വെച്ചായിരുന്നു ഏകാംഗാട മത്സരം. 6ഓളം ട്രൂപ്പുകൾ ഏകാംഗാട മത്സരത്തിൽ പങ്കെടുത്തു. നമ്മളെ കലോത്സവത്തിന് പോയി മരിച്ചുപോയ ഒരു കുട്ടിയുണ്ടല്ലോ ഓലക്കടയിലുള്ള, എൻ്റെ പേര് ഞാനങ്ങ് പറഞ്ഞു, അതിൻ്റെ അച്ഛനായിരുന്നു ഏകാംഗാട മത്സരത്തിന് സ്പോൺസർ ചെയ്ത ഏറ്റവും വലിയ ട്രോഫി. അന്നത്തെ ഏറ്റവും വലിയ ട്രോഫി അതായിരുന്നു. ഇപ്പോഴാണ് മാരത്താൻ വലിയ ട്രോഫിയൊക്കെ ആയത്. അന്ന് പ്രസിഡന്റ് മണിക്കുട്ടൻ, അനിൽ സ്വരൂപ് മണിക്കുട്ടൻ, പിന്നെ സെക്രട്ടറി രായണ്ണൻ, തുരുത്തല രായണ്ണൻ, പിന്നെ ട്രഷറർ ഞാൻ, പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിൽപ്പെട്ട അനിമോൻ, സജീവൻ, പിന്നെ ബോബൻ, ബിജു, അലക്സ്, അങ്ങനെ ഞങ്ങളുടെ ഗ്യാങ്ങിൽപ്പെട്ട ആ ഒരു എല്ലായ്പ്പോഴും കോട്ടയ്ക്കാമ്പാട്ടിന്റെ ഓണാഘോഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഏജിൽപ്പെട്ട ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ഏറ്റെടുത്താണ് പലപ്പോഴും നടത്തുന്നത്. ബാക്കിയുള്ളവരൊക്കെ കൂടെ ഉണ്ടാവും. അന്നിപ്പം ഞങ്ങൾക്ക് ഉപദേശം തരാൻ എൻ്റെ ചേട്ടനായ ഗിരീഷ്, പിന്നെ ആനന്ദണ്ണൻ, പിന്നെ അനിമോന്റെ ചേട്ടൻ കിട്ടു എന്ന് വിളിക്കുന്ന സുനിലണ്ണൻ, അങ്ങനെ ആ ഒരു ഞങ്ങൾക്ക് തൊട്ടു മേളിലുള്ളവരെല്ലാം ഉപദേശം നൽകാനും കൂടെ സഹായിക്കാൻ കമ്മിറ്റികൾ എടുക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉപദേശക സമിതി, നിങ്ങൾ ഇനിയെങ്കിലും അതിനെപ്പറ്റി ആലോചിക്കണം. സ്ഥിരമായ ഒരു സമിതി ഉണ്ടാവണം നമുക്ക്. ഇന്ന് ഒരു കമ്മിറ്റി അവസാനിച്ചാൽ
അവരുടെ അവസാനിപ്പിക്കുന്നിടത്തുനിന്ന് തുടങ്ങേണ്ടുന്ന ഉപദേശക സമിതിയാണ്. അതില് തലമുതിർന്ന ആൾക്കാരെ അടക്കം ഉള്ളവരെ, അപ്പൊ ഇതില് അവരെ കൂടി നമ്മൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യും, ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണം. ഇപ്പൊ ഈ ചരിത്രം പറയാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ അന്ന് ഞങ്ങള് 50ാമത് ഓണാഘോഷത്തിന്റെ പൊതുയോഗം വിളിച്ചപ്പോ 150ഓളം പേരുണ്ടായിരുന്നു. വായനശാല നിറഞ്ഞ് പുറത്തും കൂടെ നിന്നിട്ടാണ് അന്ന് പൊതുയോഗം വിളിച്ചത്. എല്ലാവരും നേരിട്ട് പോയി കണ്ട് നമ്മുടെ ഈ ഓണാഘോഷത്തിന്റെ പ്രാധാന്യം അവർക്കൊക്കെ വലിയ എന്താണ് അവരുടെ ഒരു വികാരമാണ്. ഈ ചരിത്രത്തിൽ 1-2 കാര്യങ്ങള് നമുക്ക് പുതുതായി കിട്ടിയ അറിവുകളാണ്. ഒന്ന്, ഇരുമ്പുപാലം ഭാസ്കരൻ എന്ന് പറയാം. നിങ്ങൾക്ക് അറിയാം ആരാ ഇരുമ്പുപാലം ഭാസ്കരൻ? നമ്മൾ കേട്ടിട്ടുണ്ട്. ആരുടെ? രായണ്ണന്റെ അച്ഛനാണ്. തുരുത്തേലെ രായണ്ണന്റെ അച്ഛന്റെ പേരാണ് ഇരുമ്പുപാലം ഭാസ്കരൻ. അദ്ദേഹം കാതികനായിരുന്നു. ഞങ്ങളിത് അന്വേഷിച്ചു പോയപ്പോൾ ഈ ഭീമണ്ണനൊക്കെ കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ നമ്മളിവിടെ എന്തിനു വന്നിട്ടുണ്ട്, ആൾക്കാർ കഥാപ്രസംഗം നടത്താൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇവിടെ ആർക്കും അറിയത്തില്ലെങ്കിലും അദ്ദേഹം വലിയ കലാകാരനായിരുന്നു. അദ്ദേഹം ഇരുമ്പുപാലം ഭാസ്കരൻ എന്നറിയപ്പെടുന്ന കാതികനായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ പലരും കഥാപ്രസംഗങ്ങളിലൂടെ അവതരിപ്പിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അതൊരു വലിയൊരു അറിവായിരുന്നു. ഈ അത്തപ്പൂക്കളം എന്ന് പറയുന്ന ഒരു മത്സരം, അത് കല്ലുകടയില് കുഞ്ഞുമണിക്കർ എന്ന് പറയുന്ന അദ്ദേഹം, എൻ്റെ ഓർമ്മ, എനിക്കൊരു ചെറിയൊരു ഓർമ്മ വെച്ച കാലത്ത് ഈ കൊല്ലം തോട്ടിലെ ഒഴുകുന്ന വെള്ളത്തിൽ അത്തപ്പൂ ഇട്ട് ഈ നാട്ടുകാരെ ഞെട്ടിച്ചൊരു മനുഷ്യനാണ്. അത്തപ്പൂക്കള മത്സരത്തിൽ കോട്ടയ്ക്കാമടിലല്ല, മറ്റു പല മേഖലകളിൽ നിന്നും അത്തപ്പൂക്കള മത്സരത്തിൽ ഇദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ ആരും ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പൊതുയോഗത്തിൽ വിശിഷ്ടാതിഥികളെ കൊണ്ടുവരുന്നത്, ഇതൊരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ സീരിയൽ നടന്മാരെ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഇന്നത്തെ. അത് ആദ്യമായിട്ട് വന്നത് മീനുവിന്റെ ഭർത്താവായ എൻ്റെ ചേട്ടൻ ടി ഗിരീഷ് പ്രേംകുമാറിനെ കൊണ്ടുവന്നാണ് നമ്മൾ ആദ്യമായിട്ട് കോട്ടയ്ക്കൽ ഓണാഘോഷ വേദിയിലേക്ക് ഒരു സിനിമ സീരിയൽ താരം എന്നല്ല, അന്നില്ല സ്കൂട്ടർ സീരിയൽ, ദൂരദർശനിലെ സ്കൂട്ടർ സീരിയലിൽ പ്രേംകുമാർ വലിയ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. ആദ്യമായിട്ട് ഒരു സിനിമാ സീരിയൽ താരം നമ്മുടെ കോട്ടയ്ക്കാമടിയിൽ വരുന്നത് പ്രേംകുമാറാണ്. പിന്നെ ദേശീയ അവാർഡ് കിട്ടിയ സുരേഷ് ഗോപി, മുരളി, കലാഭവൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിനെപ്പറ്റി നമുക്ക് വലിയ കൃത്യമായിട്ടൊരു അറിവില്ല. പറയുന്നുണ്ട് വന്ന്, പക്ഷെ പൊതുസമ്മേളനത്തിന് വന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ വിട്ടുപോയെന്ന് പറഞ്ഞാൽ 50ാമത് വർഷത്തെ പൊതുസമ്മേളനമാണ്. ഗംഭീരമായ ആ പൊതുസമ്മേളനം നടത്താൻ നമുക്കന്ന് അതൊരു ചരിത്രമായി മാറിയേനെ. പക്ഷെ നടന്നിരുന്നെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS ഉറപ്പായിട്ടും വരും എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുകയും അദ്ദേഹം നമുക്ക് വാക്ക് തരികയും തലേന്ന് വരെയും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ഓണാഘോഷത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മളിവിടെ കയറാൻ വന്നത്. ഇവിടെ എല്ലാം നമ്മൾ ഒരുക്കി. അദ്ദേഹത്തിന് പിന്നെ സ്റ്റെപ്പ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്ലാൻഡിങ്ങിലേക്ക് മാറ്റി. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ മറ്റെന്തോ കാരണത്താൽ നമുക്ക് ഒരു മുഖ്യമന്ത്രിയെ നമ്മുടെ പരിപാടിയിലേക്ക് കൊണ്ടുവരാൻ അന്ന് പറ്റില്ല. അന്ന് തിളങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണല്ലോ VS അന്ന് ഉറപ്പായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അന്ന് 3 പേരായിരുന്നു തീരുമാനിച്ചിരുന്നത്. ശ്രീ VS അച്യുതാനന്ദൻ, ശ്രീ കലാഭവൻ മണി, ശ്രീ സുരേഷ് ഗോപി. ഇതിൽ ശ്രീ VS അച്യുതാനന്ദന് എന്തോ ഇത്തരത്തിലുള്ള ഇന്റലിജൻസിന്റെ റിപ്പോർട്ടും അദ്ദേഹം വലിയ തടസ്സം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു കാരണവശാലും പിന്നെ CM പങ്കെടുക്കാൻ പാടില്ല, സെക്യൂരിറ്റി പ്രോബ്ലം വളരെ ഹൈ ആണ് എന്ന് പറഞ്ഞിട്ട് ആണ് അതിൽ നിന്ന് അദ്ദേഹം ഒഴിവായത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി വന്നില്ല. പക്ഷെ കലാഭവൻ മണി വന്നു. അത് വലിയ ഗംഭീരമായ വിജയമായിരുന്നു. അത് ഇനിയും നമുക്ക് തലമുറകൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ നമുക്ക് എന്തില്ല, ഒരു മടിയുമില്ല. എല്ലാ തരത്തിലുള്ള സഹായവും ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്, മുമ്പും ചെയ്തിട്ടുണ്ട്. ചരിത്രം തൊട്ടടുത്ത കമ്മിറ്റിക്ക് കൊടുത്തതാണ്, എഴുതി തയ്യാറാക്കിയാണ്. 10-24 പേജോളം ഉണ്ടായിരുന്ന എഴുതി തയ്യാറാക്കിയ ഒരു ചരിത്ര രേഖയായിരുന്നു. തൊട്ടടുത്ത കമ്മിറ്റിക്കാണ് കൊടുത്തത്. അത് എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥിരം സമിതി നമുക്കുണ്ടാവണം, സ്ഥിരം സംവിധാനം ഉണ്ടാവണം, ട്രോഫികൾ സൂക്ഷിക്കാൻ കഴിയണം, പുതിയ പുതിയ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയണം, ഉള്ള മത്സരങ്ങളെ നിലനിർത്താൻ കഴിയണം, മത്സരങ്ങളിൽ മത്സരാർത്ഥികളെ കൊണ്ടുവരാൻ നമുക്കുണ്ട്. അന്ന് മത്സരാർത്ഥികളെ കൊണ്ടുവരാൻ നമ്മളോടൊപ്പം സഹകരിച്ച രായണ്ണൻ, പപ്പാച്ചേമ്പയുടെ അവിടുത്തെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ രായണ്ണൻ, ഒരുപാട് ഞാൻ ഒരു ക്ലബിന്റെ മെമ്പറായിരുന്നാണ്, സാഗർ ക്ലബ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് സാഗർ ക്ലബ്ബ് വരുന്നതിന് മുമ്പ് ബ്രദേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന എൻ്റെയൊക്കെ ഏറ്റവും സീനിയേഴ്സ്, മീൻസ് വലിയച്ഛൻ്റെ പോയ രായണ്ണനൊക്കെ അന്ന് അതിന്റെ ഭാഗമായിരുന്നു. അവരൊക്കെ ആ ക്ലബ് പ്രവർത്തനം നടത്തുന്ന അന്നൊക്കെ നമുക്ക് കുട്ടികളായിരുന്നോണ്ട് നോക്കി നിൽക്കാനേ പറ്റിയിട്ടുള്ളൂ. പിന്നീട് ക്ലബിന്റെ പ്രവർത്തനം വന്നപ്പോഴത്തേക്ക് ആ ബ്രദേഴ്സ് ക്ലബ്ബ് അവസാനിച്ചു. പിന്നെ സാഗർ ക്ലബിന്റെ ഭാഗമായി മാറി. സാഗർ ക്ലബ്ബ് വന്നതിന് ശേഷം അതിൽ നിന്ന് പിരിഞ്ഞുപോയ മീനുവിന്റെ ഭർത്താവ് ബ്രദേഴ്സ് ക്ലബ്ബ് വീണ്ടും കൊണ്ടുവന്നു.
നമ്മുടെ ഓണാഘോഷം ഇനി അങ്ങോട്ട് 75ാമത് വർഷം വരുന്നുണ്ട്, 100ാമത് വർഷം ആഘോഷിക്കാൻ നമ്മളാരും കാണണമെന്നൊന്നുമില്ല. ഇനി വരുന്നവർക്ക് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് എന്തായാലും സൂക്ഷിക്കുമല്ലോ. ഇതെല്ലാം ഒരു രേഖയായി ഇനി വരുന്ന തലമുറയ്ക്ക് ഗുണകരമാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്കും എനിക്കും ഇനി വരുന്നവർക്കും കഴിയട്ടെ എന്ന് ആശിക്കുന്നു. നന്ദി, നമസ്കാരം.